ബി.ജെ.പി. രാജ്യത്ത് അഭിമാന നേട്ടമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സാഹചര്യമാണുള്ളത്. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം, അവിടെ സുപ്രീം കോടതി വിധിക്ക് ശേഷമുണ്ടായ അല്ലെങ്കിൽ ആ സുപ്രീം കോടതി വിധിക്ക് ശേഷം രാമക്ഷേത്രം പണിയുകയും അവിടെ നടന്ന പ്രാണപ്രതിഷ്ഠയുമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി.ജെ.പി. വലിയ അവകാശവാദത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് നടത്തിയ പ്രാണപ്രതിഷ്ഠ രാജ്യത്താകമാനം വോട്ടിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി മാറ്റിയത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പി. കാലാകാലങ്ങളായി 1992 ഡിസംബർ മാസം 6-ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും അഭിമാന സ്തംഭമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിശേഷിപ്പിച്ച, രാജ്യത്തെ മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വിശേഷിപ്പിച്ച ബാബറി മസ്ജിദിന്റെ തങ്കത്താഴിക കുടം തകർത്ത അവിടെ പിന്നീട് അത് രാമജന്മഭൂമിയാണെന്നും ആ കേസ് സുപ്രീം കോടതി വാദിച്ച ഒടുവിൽ സുപ്രീം കോടതി അത് രാമക്ഷേത്രം പണിയാൻ കൈമാറുകയും അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ് എന്നാണ് പ്രാണപ്രതിഷ്ഠാ സമയത്ത് സംഘപരിവാർ നേതാക്കന്മാർ പറഞ്ഞത്. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ആ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ബി.ജെ.പിയെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമല്ല. അയോധ്യയിൽ 600 കിലോ വെള്ളി ഇഷ്ടിക അയോധ്യയിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ക്ഷേത്രം ട്രസ്റ്റ് ഇത് ശരിവെക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവർ പരാതിയുമായി രംഗത്ത് വരികയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സംഘപരിവാറിന്റെ വിശ്വസ്തരായ ആളുകളുടെ നേതൃത്വത്തിൽ വലിയ കൊള്ള നടന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറുകയാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ വികാരമായി രാമജന്മഭൂമി പ്രശ്നവും രാമക്ഷേത്ര നിർമ്മാണവും കൊണ്ടുവന്ന ബി.ജെ.പിക്ക് അവിടെ രാമക്ഷേത്രത്തിൽ നടന്ന കൊള്ളയിൽ സംഘപരിവാറുമായി ബന്ധമുള്ള ആളുകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ, ബി.ജെ.പി. ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സർക്കാർ എന്ത് നിലപാടെടുത്തു, എന്ത് നടപടിയെടുത്തു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പലപ്പോഴും കൈമലർത്തേണ്ട സാഹചര്യത്തിലേക്കാണ് ബി.ജെ.പി. നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാമജന്മഭൂമിയിലെ രാമജന്മഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിനകത്തുണ്ടായ വെള്ളി കുംഭകോണം ബി.ജെ.പിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത വർഷം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇത് വലിയ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ രാമക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും അഴിമതി നടന്നുവെന്ന് ക്ഷേത്രം പൂജാരി തന്നെ പരാതി നൽകുന്ന ഒരു സാഹചര്യം. സമാനമായ രാമക്ഷേത്രത്തിന് സമാനമായ അഴിമതി ശ്രീകൃഷ്ണന്റെ ജന്മദേശമെന്ന് വിശേഷിപ്പിക്കുന്ന ദ്വാരകയിൽ, അതായത് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്ന ദ്വാരകയിൽ ക്ഷേത്രത്തിലും നടന്നു എന്ന് പറയുമ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അങ്കലാപ്പിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഭക്തരോട് എന്തു പറയണമെന്ന് ശ്രീകൃഷ്ണ ഭക്തരും രാമഭക്തരും ഒരു വലിയ വിഭാഗം, ഏകദേശം വലിയ മുന്നാക്ക ഹൈന്ദവ വിഭാഗം ഉൾപ്പെടെ ബി.ജെ.പിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. ഇവരുടെ വോട്ടുകൾ കോൺഗ്രസിലേക്കും സമാജ്വാദി പാർട്ടിയിലേക്കും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും അടക്കം കോൺഗ്രസിലേക്കും വഴിമാറിപ്പോയാൽ ബി.ജെ.പിയുടെ പതനത്തിന്റെ തുടക്കമായിരിക്കും ഉത്തർപ്രദേശിൽ നിന്നുണ്ടാകുക എന്ന കൃത്യമായ ബോധം ബി.ജെ.പി. നേതൃത്വത്തിനുണ്ട്. അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൈകോർത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. കാരണം ബി.ജെ.പിയുടെ പരമ്പരാഗത തട്ടകങ്ങളിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടന്നുകയറാൻ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ അമേഠി തിരിച്ചുപിടിച്ചു, റായ്ബറേലി നിലനിർത്തി. മറ്റെട്ടിടങ്ങളിൽ മിന്നും വിജയമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമാജ്വാദി പാർട്ടിയുമായി സഖ്യം രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ബി.ജെ.പിയെയും യോഗി ആദിത്യനാഥിന്റെയും പതനം ഉത്തർപ്രദേശിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. മാത്രമല്ല, കോൺഗ്രസിന് ഭരണം നഷ്ടമായ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഒരുമിച്ച് ചേർന്നാൽ അവിടെ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിന് വിശ്വാസമുണ്ട്. മധ്യപ്രദേശിൽ ബി.ജെ.പി. മുഖ്യമന്ത്രിക്കെതിരെ ഭൂമി കുംഭകോണവുമായി വലിയ ആരോപണം നേരിടുന്നുണ്ട്. അതുകൊണ്ട് അവിടേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. ഗുജറാത്തിൽ വിറപ്പിച്ചു നിർത്തി ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ നിന്ന് എത്രയും വേഗം കൈകഴുകിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് കൈ പൊള്ളുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.